1924 ജൂൺ 8 എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ ഒരു സംഘം സാഹസികർ തയ്യാറെടുക്കുകയാണ്. അവർക്കിടയിൽ ബ്രിട്ടീഷുകാരായ 2 ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു, സാൻഡി ഇർവിനും ജോർജ് മല്ലൂറിയും. ഇന്നേ വരെ ആരും എത്തിപ്പെടാത്ത എവറസ്റ്റിൻ്റെ മുകളറ്റം എത്തുക എന്നത് ഇരു സുഹൃത്തുക്കളുടെയും ജീവിത ലക്ഷ്യമായിരുന്നു. യാത്ര ആരംഭിച്ചു. വഴിനീളെയുണ്ടായ അപകടങ്ങൾ കാരണം പലരും തോറ്റു പിന്മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇർവിനും മല്ലൂറിയും മാത്രം അവശേഷിച്ചു. തോറ്റു പിന്മാറാതെ ഇരുവരും എവറസ്റ്റിൻ്റെ മുകളറ്റം ലക്ഷ്യമാക്കി കുതിച്ചു. എന്നാൽ ധീരരായ ആ സുഹൃത്തുക്കൾ ഒരിക്കലും തിരിച്ചിറങ്ങിയില്ല. 1933 സാൻഡി ഇർവിൻ്റെ മൃതദേഹം ലഭിക്കുന്നു. ജോർജ് മല്ലൂറിയുടെ മൃതദേഹം 1999 75 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തിയത്. ഇതിനിടയിൽ 1953 ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലരിയും എവറസ്റ്റ് കീഴടക്കുന്നു. എവറസ്റ്റിൻ്റെ മുകളറ്റത്തിന് വളരെ അടുത്തു നിന്നാണ് സാൻഡി ഇർവിൻ്റെയും ജോർജ് മല്ലൂറിയുടെയും ശരീരം കണ്ടെടുത്തത്. പർവ്വതമുകളിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ദിശയിലായിരുന്നു ശരീരം കിടന്നിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ ടെൻസിങ്ങിന് ഹിലരിക്കും 29 വർഷം മുമ്പ് തന്നെ ഇർവിനും മല്ലൂറിയും എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടാകും.